ഒരു കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കടല കഴുകി കുതിർത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളകാട്ടോ ഇടുന്നത്, പച്ചമുളകില്ല, കറിവേപ്പില, 2 സവാള, ഇത്രയും സാധനം ഇതിനിട്ട് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടണേ. ഉപ്പ് കുക്കറിലല്ലേ, ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. തക്കാളി ചോറൊക്കെ ഉണ്ടാക്കണത്. നമ്മൾ പിന്നെ എണ്ണ ഒഴിക്കണം. ഉച്ചയൊന്നും പരിപ്പിട്ട ഉഴുന്നും പരിപ്പ് ഒന്ന് ചുമന്ന് വരുമ്പോൾ പൊട്ടും, ചെറുതായിട്ടൊന്ന് പൊട്ടും. പൊട്ടിയുമ്പോൾ കടുകിടാം. ഇത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കാന്താരിമുളക് എടുത്തിരിക്കുന്നത്, പച്ചമുളക് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു പകുതി സവാള എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി വലുത് കേട്ടോ. ഇത് കറിവേപ്പില, എല്ലാം കൂടി നമുക്ക് വഴറ്റാം. തക്കാളി ചോറിന് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി വലുത്, ഒരു പീസ് ഇഞ്ചി, ഒരു 3 ചെറിയ കാന്താരി, കറിവേപ്പില, ഉഴുന്നും പരിപ്പ്, കടുക് കേട്ടോ, ഇട്ടിട്ടുണ്ട്. വറ്റൽമുളകാണ് കേട്ടോ ഇതിലിടേണ്ടത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും വറ്റൽമുളകൊക്കെ ഇടുമ്പോൾ. അതുപോലെ ഈ പച്ചമുളക് ഇടാം. ഞാൻ എരിവിന് വേണ്ടി ചെറിയൊരു 2 കാന്താരി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, പതിയാവണ്ട. ഞാൻ എൻ്റെ പേരക്കുട്ടി ഇന്ന് ട്യൂഷനുണ്ട്, അപ്പോൾ വൈകുന്നേരം വരെ ട്യൂഷനുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അവർക്ക് തക്കാളി ചോറാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് എൻ്റെ വീഡിയോയിൽ ഇടുന്നത്. എല്ലാവരും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് പണി എളുപ്പമാണ്. പിന്നെ വേറൊരു കറിയൊന്നും ഇതിന് ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് കഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. അധികം വേണ്ട, ഒരു തുള്ളി വെള്ളം. ഒന്ന് നല്ലപോലെ ഒന്ന് വേവാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിടാം. ഇത്രയും ചോറ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. നമ്മളിത്
തക്കാളി ചോറ്, ലെമൺ റൈസ് അങ്ങനെയൊക്കെ പറയില്ലേ, പുളിസാദം, ഇതൊക്കെ തമിഴ്നാട്ടുകാരുടെ ഭക്ഷണമാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഈ പുളിസാദം, തക്കാളി സാദം, പിന്നെ എന്താ പറയുക, എലുമ്പിച്ചുമ്പഴം സാധനം ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ നാരങ്ങച്ചോറ്, പുളിച്ചോറ്, തൈര് ചോറ് എന്നൊക്കെ പറയും. പക്ഷേ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്കിപ്പോൾ പിള്ളേർക്ക് കൊടുത്തു വിടാനായാലും നല്ലതാണ്. അപ്പം ഞാനിന്ന് തക്കാളി ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ചോറ് അരി പച്ചരി കൊണ്ടുള്ള ചോറാണ് കേട്ടോ. അതാകുമ്പോൾ ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ബിരിയാണി അരി ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി അരി ആകുമ്പോൾ സൂപ്പറാണ്. എൻ്റെ അടുത്ത് ബിരിയാണി അരി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പച്ചരി കൊണ്ടുള്ള ചോറാണ്. ഉച്ചയ്ക്ക് ഇത് കൂട്ടി കഴിക്കും. പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂടെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ തക്കാളിച്ചോറ് റെഡിയായിട്ട് കണ്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ്, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. വെള്ളം ഉണ്ടാകാൻ പാടില്ല, വെള്ളം മയം ഉണ്ടാകാൻ പാടില്ല, നല്ലപോലെ വലിഞ്ഞ് ഇരിക്കണം കേട്ടോ. അരിപ്പോൾ ഒരു ചോറ് കുഴഞ്ഞു പോകാൻ പാടില്ല. ഈ ചോറ് പിന്നെ അരിയായിട്ടൊരു ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മോൾക്ക് കൊടുത്തു വിടാനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്. സൂപ്പറാണ്. അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എണ്ണയിലിട്ട് വഴറ്റാൻ പോകും. കടലക്കറി കാച്ചിന് കേട്ടോ. അതിൽ കുറച്ചുകൂടെ തക്കാളി, ഒരു സവോളയും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. ഇത് വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ കടല വേവിച്ചത് ഇടണം. അപ്പം മസാലയും കൂടെ ഇതിനകത്തിട്ട് വഴറ്റണം. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാൻ കടലയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തക്കാളി ഒരു സവോള മാത്രമേ ഇട്ടുള്ളൂ. ഇത് കണ്ടോ, കടല വെന്ത് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി കൂടി ഇടാം. 2 സ്പൂണ് മുളക് പൊടി കേട്ടോ. പിന്നെ മല്ലി ഒരു 3 സ്പൂണുണ്ട്. എന്ന് വെച്ചാൽ ഗ്രേവി ഉണ്ടാകാൻ വേണ്ടി ഞാൻ 3 സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലി കുറച്ച് അധികം ഇടണം. അപ്പോൾ കറിക്ക് നല്ല കട്ടി കിട്ടും ചാറിനെ. ഇപ്പോൾ നമുക്ക് കടലക്കറിക്ക് മസാലയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് ചിക്കൻ മസാല കേട്ടോ ഞാൻ ഇടുന്നത്. ഗരം മസാല ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ പൊടിച്ചത് ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ മസാല ഇടുന്നു. ഇളക്കാം കുറച്ച്. അപ്പോൾ ഇത്രയും കൂട്ട് മതി കേട്ടോ. ബാക്കി പിന്നെ കടുക് അല്ല ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ കടല ഇതിനകത്തേക്ക് ഇടണം. കണ്ടോ, അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. നല്ല മണമുണ്ടല്ലേ, വരുന്നുണ്ടെല്ലാം കൂടെ. തക്കാളി ചോറുണ്ടാക്കിയതാണ്. ഇനി സേമിയ ഉപ്മാവ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ അത് വീഡിയോയിൽ. കടലക്കറി റെഡിയായി. ഉപ്മാവ് അല്ല, തക്കാളി ചോറ് കേട്ടോ. തക്കാളി ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കടലക്കറിയും തക്കാളി ചോറും ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.